ഇന്നലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇന്നത്തെ കാലാവസ്ഥ. ഇന്നാണെങ്കിൽ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറച്ച് ദോശ ഉണ്ടാക്കിന്, അതിൻ്റെ കൂടെ സാമ്പാർ ചമ്മന്തി ഉണ്ടായിരുന്നു. നിൽക്കുകയാണെങ്കിൽ ദോശയും ചമ്മന്തിയാണെങ്കിൽ കൂട്ടിയ സാമ്പാർ ഒഴിച്ചു കൊടുത്തെങ്കിൽ വരുവാന്ന് പറഞ്ഞു ഓനത് കൂട്ടിയില്ലേ. ഇത്ര നേരമായിട്ട് മഴയ്ക്കൊരു മാറ്റമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ജൂണായാലും ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും മഴ. അമ്മയാണെങ്കിൽ എൻ്റെ ധാവണി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരുക്കത്തിലാട്ടോ. അപ്പോൾ അത് അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ഗുരുവായൂർ വരെ പോകാണ്ട്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ധാവണിയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതാണ് ഇത്രയും ധൃതി പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഏച്ചിൻ്റെ ബ്ലൗസ് അടിക്കാൻ. അങ്ങനെ അമ്മ മൊത്തം ബിസിയാണ്. ചോറ് വെച്ചാൽ ആ അടുപ്പിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കുക. ഇന്ന് നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് കുളിക്കാൻ നിക്കൂന് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. എന്താ ഉണ്ടാക്കുന്നത്? ഐസ്ക്രീമോ? എങ്ങനെ ഐസ് തിന്നാ? അങ്ങനെയാ? എൻ്റെ പുരികാണെങ്കിൽ കുറച്ചായി ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ ത്രെഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയി എൻ്റെ ടൂൾസൊക്കെ എടുത്തുകൊണ്ട് വന്ന് പെരികം ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ നിക്കൂന് പോളിയോ കൊടുക്കാനുണ്ടായിന്. അപ്പോൾ അംഗൻവാടിയിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ പയ്യോടി പോയ സമയത്ത് കഴിച്ച് വെച്ച ചുരിദാറുണ്ട്. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് ഞാൻ, കാരണം നല്ല മഴയാണ്, എന്തായാലും പോകുമ്പം ചളിയും വെള്ളമൊക്കെ മേത്താവും, വന്നിട്ട് കുളിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നെടുത്ത് അതിൽ വെള്ളമൊക്കെ അലക്കി പാടല്ലേ മഴയത്ത്. പോകാൻ നിൽക്കുമ്പോൾ ബിബിയേട്ടൻ വന്നിക്ക്, വരാത്തന്നെ നല്ല മഴ, എന്താ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ബേക്കറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരും, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്മ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴ, ആ സമയത്ത് നല്ല ചൂടുള്ള പഴംപൊരിയും കട്ടൻ ചായയും കുടിക്കാനായിട്ട് നല്ല രസമായിരിക്കില്ലേ. ഞാൻ കട്ടൻ ചായൻ്റെ കാര്യം പറയാൻ കാരണം എനിക്ക് പാൽ ചായ ഇഷ്ടമല്ല, കട്ടൻ ചായ ഇഷ്ടമുള്ളൂ. പിന്നെ ഇവിടെ ആർക്കും ചായ അത്ര നിർബന്ധമല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് പാല് വാങ്ങലില്ല. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അംഗൻവാടിയിലേക്ക് പോയിട്ട് പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏച്ചിൻ്റെ മോളും വന്നിനെ. മഴയായത് കുടയൊക്കെ ചൂടിയിട്ട് എടുക്കാനൊന്നും അപ്പോൾ സമ്മതിച്ചില്ല. ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ട് വെള്ളത്ത് കൂടിയൊക്കെ നടക്കുകയാണേ. അംഗൻവാടിയിലെത്തിയിട്ട് അവിടെ ടീച്ചറെ കണ്ടാരോ വിചാരിച്ച് ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കണമെന്ന്. അന്നപ്പോഴത്തേക്കും ഭയങ്കര സീനാക്കാനായിട്ട് തുടങ്ങിയിട്ടോ. കഴിഞ്ഞില്ലേ, അവൻ പോവായിരുന്നു, അവന് ലീവാണോ ടീച്ചറിന്നല്ല. ഈ ഒരു വീഡിയോ ഞാൻ ജൂൺ 28 സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇത് എഡിറ്റ് ചെയ്യാൻ ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാനും ഒരു 3-4 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. ഇതിലൊന്ന് അവൻ്റെ അംഗൻവാടിയിലെ ടീച്ചറും മറ്റേ ഞാൻ ആശാ വർക്കറാണ്. അങ്ങനെ പോളിയോ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ അത്യാവശ്യം ചോർന്നിട്ടുണ്ടായിന്. പിന്നെ ഇയാൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ധാവണി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.